മാനന്തവാടിയിൽ വയൽ നികത്തലിൽ നടപടിയെടുത്ത വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം. മാനന്തവാടി വില്ലേജ് ഓഫീസർ രാജേഷ് കുമാറിനെയാണ് നിയമത്തിനായി 9 മാസമായപ്പോൾ സ്ഥലം മാറ്റിയത്. വള്ളിയൂർക്കാവിൽ വയൽ നികത്തിയതിനെതിരെ നടപടിയെടുത്ത വില്ലേജ് ഓഫീസർക്കാണ് മണ്ണുമാഫിയയുടെ ഭീഷണി സന്ദേശം കിട്ടിയത്. സ്ഥലം മാറ്റിയതിന് പിന്നിൽ തങ്ങളാണെന്നും അടുത്തത് കാസർഗോഡേക്ക് മാറ്റുമെന്നുമാണ് ഭീഷണി സന്ദേശം ന്യൂസ് മലയാളത്തിന്. അടുത്തത് താങ്കൾ കാസർഗോഡിലേക്ക് 2 ആഴ്ച കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, മാറ്റാൻ പറ്റില്ല എന്നുള്ളത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മളെ കൂടെയുള്ള ആളുകൾ ആരാന്നുള്ളതും കൂടെ നിനക്ക് അറിയാണ്ടായിപ്പോണ്ട. നിനക്ക് തപസ്തി ഇരുന്നിട്ട് നീ ആ വണ്ടി പിടിച്ചു വെക്കാൻ പറ്റുകയും ചെയ്തോ? ഞങ്ങളെ പണി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ല. ഇങ്ങീട്ട് തന്നെ നിന്റെ അടുത്തേക്ക് വരുന്നത് അത് കയ്യട്ടെന്ന് കാത്തിക്കുക. കയ്യുമ്പോൾ നിനക്ക് കാണാൻ എങ്ങനെ വരുന്നേന്ന്. ഭീഷണിയല്ല, നേരിട്ട് തന്നെ വരും. നീ എന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ. ഞങ്ങൾ വണ്ടി ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി. ലിനറ്റ് വർഗീസ് ചേരുന്നു വിവരങ്ങളുമായി. ലിനറ്റ്, റവന്യൂ വകുപ്പ് മറുപടി പറയേണ്ട കേസാണ്. ഒരു വില്ലേജ് ഓഫീസർ സത്യസന്ധമായി പ്രവർത്തിച്ച് അഴിമതിക്കെതിരെ പ്രവർത്തിച്ച വില്ലേജ് ഓഫീസർക്ക് സ്ഥലം മാറ്റം കിട്ടി എന്ന് മാത്രമല്ല, മണ്ണുമാഫിയ അദ്ദേഹത്തിനെതിരായ ഭീഷണി തുടരുകയുമാണ്. അപ്പോൾ ആരുടെയൊക്കെയോ പിൻബലം ഈ മണ്ണുമാഫിയയ്ക്ക് ഉണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? ആ ഭീഷണി സന്ദേശം സൂചിപ്പിക്കുന്നത് അത് തന്നെയല്ലേ? എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? തീർച്ചയായും ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ആരുടെയൊക്കെ പിൻബലം ഈ ഒരു മണ്ണുമാഫിയയുടെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോലിക്ക് ഈ മാനന്തവാടിയിലെത്തിയ വില്ലേജ് ഓഫീസർ 9 മാസം മാത്രമാണ് ഈ സ്ഥലത്ത് വർക്ക് ചെയ്തത്. അതിനിടയിൽ വയൽ നികത്തലുമായി ബന്ധപ്പെട്ട് അതിൽ നടപടിയെടുത്ത വില്ലേജ് ഓഫീസർക്കാണ് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. സ്ഥലമാറ്റത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം എത്തുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയുന്നത് സ്ഥലം മാറ്റിയതിന് പിന്നിൽ തങ്ങളാണെന്നതും അടുത്തത് കാസർഗോഡേക്ക് മാറ്റുമെന്നാണ് ഭീഷണിയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ വള്ളിയൂർക്കാവിൽ വയൽ നികത്തുന്നതിനെതിരെ നടത്തിയെടുത്ത വില്ലേജ് ഓഫീസർ മണ്ണുമാന്തി യന്ത്രം കണ്ട് കിട്ടിയിരുന്നു. ഇത് വണ്ടി പിടിച്ചെടുത്തതിനോട് അനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള സ്ഥലമാറ്റവും അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. കാരണം തങ്ങളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന രീതിയിലാണ് ഈ മണ്ണ് മാഫിയ ഈ ഒരു വില്ലേജ് ഓഫീസറോട് സംസാരിക്കുന്ന സന്ദേശത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ സ്ഥലം മാറ്റാൻ തക്ക രീതിയിൽ ഒരു വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റാൻ ഒരു മൺമാഫിയയ്ക്ക് കഴിയുമെങ്കിൽ അതിന് പിന്നിൽ ഇതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരടക്കം അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ തഹസീൽദാർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. തുടർ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. ലക്ഷ്മി. ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.